ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യൂട്യൂബ്. ജൂൺ 19 വായനാ ദിനവുമായി ബന്ധപ്പെട്ട് ക്വിസ് മത്സരങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചില ചോദ്യോത്തരങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടന്നാലോ. എന്നാണ് നാം വായനാ ദിനമായി ആചരിക്കുന്നത്? ജൂൺ 19. കേരളത്തിൽ വായനാ ദിനമായി ആചരിക്കുന്നത് ആരുടെ ചരമദിനമാണ്? പി.എൻ. പണിക്കരുടെ. പി.എൻ. പണിക്കരുടെ മുഴുവൻ പേര് എന്താണ്? പുതുവായിൽ നാരായണ പണിക്കർ. ഏത് വായനാശാല ആരംഭിച്ചാണ് പി.എൻ. പണിക്കർ ഗ്രന്ഥശാല പ്രസ്ഥാനം ആരംഭിച്ചത്? സനാതനധർമ്മം. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക. ആരുടെ സന്ദേശമാണിത്? പി.എൻ. പണിക്കർ. പി.എൻ. പണിക്കരുടെ ഓർമ്മയ്ക്ക് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഏതാണ്? 2004 ജൂൺ 19. പി.എൻ. പണിക്കർ ജനിച്ചത് എവിടെയാണ്? നീലംപേരൂർ. എന്നു മുതലാണ് വായനാ ദിനം ആചരിച്ചു തുടങ്ങിയത്? 1996 ജൂൺ 19 മുതൽ. കേരളത്തിൻ്റെ വായനാ ദിനത്തെ ദേശീയ വായനാ ദിനമായി ആചരിച്ചത് ഏതു വർഷം മുതലാണ്? 2017 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് ദേശീയ വായനാ ദിനമായി പ്രഖ്യാപിച്ചു. പി.എൻ. പണിക്കർ സ്മാരക ഗവൺമെൻറ് LP സ്കൂളായി 2014 വിദ്യാഭ്യാസ വകുപ്പ് പുനർനാമകരണം ചെയ്ത സ്കൂൾ ഏത്? അമ്പലപ്പുഴ ഗവൺമെൻറ് LP സ്കൂൾ. വായനാവാരം എന്നു മുതൽ എന്നുവരെ? ജൂൺ 19 മുതൽ ജൂൺ 25 വരെ. കേരള സർക്കാർ ഏർപ്പെടുത്തിയ പരമോന്നത പുരസ്കാരം ഏത്? എഴുത്തച്ഛൻ പുരസ്കാരം. എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യം ലഭിച്ചത് ആർക്കാണ്? ശൂരനാട് കുഞ്ഞൻപിള്ള. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? N.S. മാധവൻ. വരിക വരിക സഹചര്യ സഹന സമര സമയമായി എന്ന ദേശഭക്തി ഗാനം രചിച്ചത് ആരാണ്? അംശി നാരായണപിള്ള. ഇന്ത്യ എൻ്റെ രാജ്യം, എൻ്റെ സ്വന്തം രാജ്യം. ഈ വരികൾ ആരുടെ? ചെമ്മനം ചാക്കോ. വലിയൊരു രോഗം മുഴുവൻ നന്നാവാൻ ചെറിയൊരു സൂത്രം ചെവിയിലോതാം ഞാൻ. ആരുടെ വരികൾ? കുഞ്ഞുണ്ണി മാഷ്. പ്രാണവായു എന്ന കൃതി രചിച്ചതാര്? അംബികാസുധൻ മാങ്ങാട്. മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ ആരുടെ രചനയാണ്? ബെന്യാമിൻ. ഏറ്റവും കൂടുതൽ ഭാഷ സംസാരിക്കുന്ന ജില്ല ഏതാണ്? കാസർഗോഡ്. എൻ്റെ ഗുരുനാഥൻ എന്ന കവിത എഴുതിയത് ആര്? ആരെക്കുറിച്ച്? വള്ളത്തോൾ നാരായണ മേനോൻ ഗാന്ധിജിയെ കുറിച്ച്. മീശ എന്ന കൃതി രചിച്ചതാര്? S. ഹരീഷ്. ഓടക്കുഴൽ പുരസ്കാരം ആദ്യമായി നേടിയതാരാണ്? ബാലകവി രാമൻ.
2024 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? കെ അരവിന്ദാക്ഷൻ. ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളി സാഹിത്യകാരൻ ആരാണ്? ജി ശങ്കരക്കുറുപ്പ്. 2024 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? വിനോദ് കുമാർ ശുക്ല. ജീവിതം ഒരു പെൻഡുലം എന്ന ആത്മകഥ ആരുടേതാണ്? ശ്രീകുമാരൻ തമ്പി. മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. എഴുത്തച്ഛൻ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തിരൂർ തുഞ്ചൻ പറമ്പ്. അൽ അമീൻ പത്രത്തിന്റെ പത്രാധിപൻ ആരായിരുന്നു? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. PN പണിക്കർ നയിച്ച ഗ്രന്ഥശാല സംഘത്തിന് ലഭിച്ച യുനെസ്കോ അവാർഡ് ഏത്? ക്രൂപ്സ് കായ അവാർഡ്. വെളിച്ചം ദുഃഖമാണുണ്ണി തമസ്സല്ലോ സുഖപ്രദം ആരുടെ വരികളാണിത്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. കുമാരനാശാന്റെ വീണഭൂവ് ആദ്യം പ്രസിദ്ധീകരിച്ചത് ഏത് പ്രസിദ്ധീകരണത്തിൽ? മിതവാദി. കേരളത്തിന്റെ ഭരണ ഭാഷ ഏതാണ്? മലയാളം. വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? MK മേനോൻ. കാക്കനാടൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? ജോർജ് വർഗീസ്. കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് ആരാണ്? വള്ളത്തോൾ നാരായണ മേനോൻ. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞ മഹാൻ ആരാണ്? ഗാന്ധിജി. യുദ്ധവും സമാധാനവും എന്ന വിഖ്യാത കൃതിയുടെ ഉപജ്ഞാതാവ് ആരാണ്? ലിയോ ടോൾസ്റ്റോയി. ലോക പുസ്തക ദിനമായി ഏപ്രിൽ 23 ആചരിക്കുന്നത് എന്തുകൊണ്ട്? വില്യം ഷേക്സ്പിയറുടെ ജനനവും മരണവും ഏപ്രിൽ 23 സാരേ ജഹാം സെ അച്ച എന്ന ദേശഭക്തി ഗാനം ഏതു ഭാഷയിലാണ് രചിച്ചിട്ടുള്ളത്? ഉറുദു ഭാഷ. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏതാണ്? വാസനാവികൃതി. വാസനാവികൃതി എന്ന ചെറുകഥ രചിച്ചത് ആര്? വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമത് നിങ്ങളെ താൻ ആരുടേതാണ് ഈ വരികൾ? കുമാരനാശാൻ. ചിത്രയോഗം എന്ന മഹാകാവ്യം എഴുതിയതാരാണ്? വള്ളത്തോൾ നാരായണ മേനോൻ. നീർമാതളം പൂത്തകാലം എന്ന കൃതി എഴുതിയതാര്? മാധവിക്കുട്ടി. ഓമന തിങ്കൾ കിടാവോ എന്ന് തുടങ്ങുന്ന താരാട്ടുപാട്ട് രചിച്ചതാര്? ഇരയിമൻ തമ്പി. മലയാളത്തിലെ ആദ്യ സന്ദേശകാവ്യം ഏത്? ഉണ്ണിനീലി സന്ദേശം. ബാലമുരളി എന്ന തൂലികാനാമത്തിൽ രചനകൾ നടത്തിയിരുന്നത് ആര്? ONV കുറുപ്പ്.